എല്ലാവർക്കും അറിയേണ്ടത് ഞാൻ എത്ര കിലോ ചായപ്പൊടി ഇതിനകം വിറ്റ് എന്നാണ്. എല്ലാവർക്കും നല്ല 1-2 ആൾക്കാർ എനിക്ക് വാട്സപ്പിൽ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാവർക്കും കൂടിയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഞാൻ 2 ദിവസം കൊണ്ട് 25 കിലോ ചായപ്പൊടി ഞാൻ വിറ്റു. കൺഫേം എനിക്ക് ഓർഡർ കിട്ടിയത് 25 കിലോ എന്ന് വെച്ചാൽ അത് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് 3ാമത്തെ ദിവസത്തെ കണക്കാണ് ഈ കറക്റ്റായിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്ത 1ാമത്തെ ദിവസം എന്ന് പറയുന്നത് രാത്രിയാണ്. അപ്പോൾ രാത്രി ഞാൻ 1-2 ഹോട്ടലിൽ കയറിയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് അവരോട് സംസാരിച്ചു. അതിന് എൻ്റെ കയ്യിൽ സാമ്പിളോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നെ ഞാൻ കോൺടാക്ട്സ് ചെയ്ത് കുറച്ച് ഹോട്ടലിൽ ഞാൻ വിളിച്ചിട്ട് അവരുടെ പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, നേരിട്ട് പോവുക. അങ്ങനെയാണ് 2 ദിവസമാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ ആ ഇറങ്ങിയ ദിവസം കൊണ്ട് എനിക്ക് കിട്ടിയതാണ് 25 കിലോ. ബാക്കി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള കൺഫേം ആയ ഓർഡറിൻ്റെ ഒരു കണക്കാണ് ആ 25 കിലോ കൺഫേം ആയ ഓർഡർ. ബാക്കി ഓർഡർ കൺഫേം ആയിട്ടുണ്ട്. പക്ഷേ ആ 2 ദിവസം കൊണ്ടുണ്ടായ ഗ്രോത്തിൻ്റെ ഒരു കണക്ക് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ ഹോട്ടലിൽ കയറി ചെന്ന സമയത്ത് അവിടെ ഞാൻ കണ്ട കാര്യങ്ങളും അവിടുന്ന് അവരോട് സംസാരിച്ച കാര്യങ്ങളും അവിടെ ഉണ്ടായതും അവിടെ ഉള്ള അവസ്ഥകളും അനുഭവങ്ങളും ഒക്കെ ഞാൻ കാണിച്ചു തരും. ഓരോ ഹോട്ടലിൻ്റെ പേരടക്കം എടുത്തിട്ട് ഞാൻ കാണിച്ചു തരും. പിന്നെന്താ പറയുന്നത് വെച്ചാൽ, കാരണം ഞാൻ കൊടുക്കുന്ന ചായപ്പൊടി നിങ്ങൾ കുടിക്കാൻ പോകുമ്പം എന്താ പറയുക, കുടിക്കാൻ പോകുമ്പോൾ അവിടെ എന്താണെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ. അതെന്താണെന്നുണ്ടെങ്കിലും ഞാൻ കാണിച്ചു തരാം. ഞാൻ കയറി പോകുന്ന ഓർഡർ എടുക്കേണ്ടിയിട്ട് പോയ എല്ലാ ഹോട്ടൽസിൻ്റെയും വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല ഓർഡർ കിട്ടിയത്. അപ്പോൾ ഇനി അതൊക്കെ ഡയറക്റ്റ് ഡെലിവറി ചെയ്യുന്നതാണ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി, ഈ ചായപ്പൊടി എന്ന് വെച്ചാൽ എറണാകുളത്ത് മാത്രം ഇങ്ങനെ ചുറ്റിക്കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബ്രാൻഡാണ്. അതാണ് ഞാൻ മാർക്കറ്റ് ചെയ്യാൻ ഏറ്റെടുത്തിട്ട് കണ്ണൂരും കോഴിക്കോടും കൂടിയിട്ട് ഇപ്പോൾ 25 കിലോ ആദ്യത്തെ ഓർഡർ ഡെലിവറി ചെയ്യാൻ പോകുന്നതാണ്. അപ്പോൾ ആ ഒരു വിശ്വാസം ഉണ്ടല്ലോ, 2 ദിവസം കൊണ്ട് 25 കിലോ കിട്ടുന്നുള്ളൊരു വിശ്വാസമുണ്ട്. എന്തുകൊണ്ടാണ്? ഞാൻ ഇറങ്ങിയതിൽ വെച്ചിട്ട് ഞാൻ ഇറങ്ങിയ ഹോട്ടലും എനിക്ക് കിട്ടിയ റെസ്പോൺസ് എന്ന് പറയുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടും കൂടുതലാണ്. കാരണം നല്ല സാധനങ്ങൾ കണ്ടാൽ ഏറ്റെടുക്കാൻ പറ്റുന്ന ഹോട്ടലുകാരുണ്ട് എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതാണ്